സകല വിദ്യയുടെയും രൂപിണി തന്നെയാണ് ഈ ജഗദംബിക. പത്മനാഭ സഹോദരിയായി ദേവകാര്യത്തിന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ജഗദംബിക സർവവിദ്യാരൂപിണിയാം ദേവിയെ സതതം തൊഴാം. വിസർഗമക്ഷരം ബിന്ദുമാത്ര തൊട്ടുള്ള ദേവിനും സ്മൃതിശക്തി ജ്ഞാനശക്തി ബുദ്ധിശക്തി സ്വരൂപിണി നമസ്തേ ദേവി സതതം ഭ്രമസിദ്ധാന്തരൂപിണി. ദേവി ഭാഗവതത്തിൽ പറയുന്ന ആ ഭാഗത്തില് സകലത്തിനും അധിഷ്ഠാന ശക്തിയായിട്ടുള്ള ജഗദംബിക, ആ ജഗദംബിക ഭക്തന്മാരെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കഥയോട് കൂടിയിട്ടാണ് ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടൊരു വലിയ കഥയാണ് പറഞ്ഞു തന്നത്. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. സ്വയംഭൂമനുവിന്റെ വംശം നമ്മൾ വിവരിച്ചു. ആ സ്വയംഭൂമനുവിന്റെ വംശത്തില് സാക്ഷാൽ ജഗദംബിക എങ്ങനെയാണ് ആ വംശത്തെ അനുഗ്രഹിച്ചതെന്ന് കൂടി പറയുകയാണ്. അതായത് സ്വയംഭൂമനുവിന് ആകൂതി, ദേവഹൂതി, പ്രസൂതി 3 പെൺകുട്ടികള്, പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നീ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. ഈ ഉത്താനപാദ മഹാരാജാവിന്റെ ചരിത്രം നേരത്തെ വിവരിച്ചു. പ്രിയവ്രതന്റെ ചരിത്രത്തിലേക്ക് എത്തി. ഈ പ്രിയവ്രതൻ ആരാണ്, പ്രിയവ്രതന്റെ യഥാർത്ഥ രാജ്യഭാരം എങ്ങനെയായിരുന്നു തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ നേരത്തെ വർണ്ണിച്ചു കഴിഞ്ഞു. പ്രിയവ്രതന്റെ അതായത് 7 ആഴികൾ ചൂഴുന്ന ഈ ലോകത്തിന്റെ തന്നെ ആദ്യ അധിപതിയായി മാറി പ്രിയവ്രതൻ. അദ്ദേഹം അനേക കാലം രാജ്യം ഭരിച്ചു. സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടായി. രാജ്യത്ത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളോടും കൂടിയിട്ട് ഭരിക്കുകയാണ് ചെയ്തത്. ലോകത്തെ തന്നെ ഇന്ന് കാണുന്ന രീതിയിൽ 7 ഖണ്ഡങ്ങളാക്കി ഭരണമൊക്കെ നടത്തിയിട്ടുള്ള പ്രിയവ്രതൻ, അദ്ദേഹത്തിന്റെ പുത്രന്മാര് 7 പേര് ഭൂമിയിൽ ഭരണം നടത്തിയ കഥ. അതിലൊരാളാണ് ആഗ്നേയധ്രൻ. ഈ 7 വൻകരകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും ഏറ്റവും വലുതുമായിട്ടുള്ള വൻകര ഏഷ്യ വൻകരയാണ്, ജംബൂദ്വീപാണ്. ആ ജംബൂദ്വീപിന്റെ അധിപതിയായിട്ടുള്ള ആഗ്നേയധ്രന്റെ ചരിത്രം. അദ്ദേഹത്തിന് 9 മക്കൾ ഉണ്ടാവുകയും ആ 9 മക്കൾക്കും ജംബൂദ്വീപിനെ വിഭജിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം. അങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടാണ് ഈ ഏഷ്യ വൻകരയിൽ 9 വിശേഷപ്പെട്ട ഖണ്ഡങ്ങൾ ഉണ്ടായത്. 9 മക്കൾക്കും വിഭജിച്ചു കൊടുത്തത് കൊണ്ട് 9 ഖണ്ഡങ്ങൾ ഉണ്ടായി. അതാണ് നവഖണ്ഡങ്ങളിൽ. അതിലൊന്നാണ് നമ്മുടെ പരമപവിത്രമായ ഭാരതഭൂമി. ഈ ഭാരതഭൂമി ആദ്യം ഭരണം നടത്തിയത് അജ്ജനും നാഭിയും കൂടിയാണെന്ന് പറയുന്നു. പിന്നീട് ഒരു ഭരതൻ ഭരണം നടത്തിയതോടുകൂടി ഭാരതം എന്ന പേര് വന്നു. ആ ഒരു ചരിത്രമാണ് പറയുന്നത് പ്രിയവ്രതന്റെ ചരിത്രത്തിലൂടെ. ആഗ്നേയധ്രന്റെ പുത്രനായിട്ട് നാഭി ഉണ്ടായിരുന്നു. ആ നാഭി മേരുദേവിയെ വിവാഹം ചെയ്തു. സന്താനമില്ലാതെ കണ്ട് വിഷമിച്ചു. കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പുത്രകാമേഷ്ടി പോലുള്ള യാഗങ്ങൾ നടത്തി ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു. അതാണ് ഋഷഭൻ എന്ന പേരിൽ അറിയപ്പെട്ടത്, ഋഷഭാവതാരം. ആ ഋഷഭൻ വളരെ കാലം നമ്മുടെ ഭൂമിയെ വളരെ ഭംഗിയായിട്ട് ഭരിച്ചു. ഭാരതത്തെ ഋഷഭൻ ഒരുപാട് കാലം ഭരിച്ചിരുന്നു. ഋഷഭൻ ഭഗവാൻ തന്നെയാണ്, ഒരു സ്വരൂപമെടുത്തു വന്നതാണ്. ഋഷഭൻ ഭരിച്ചത് കൊണ്ട് നമ്മുടെ ഭൂമിക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെയാണ് മാതൃകയായിട്ട് ഭരണം നടത്തേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. പക്ഷെ ഭൂമിയിൽ ഐശ്വര്യം കൊടികുത്തി വാഴുന്ന സമയത്ത്, എല്ലാ നന്മകളും ഉണ്ടായ സമയത്ത് ദേവേന്ദ്രന് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ദേവേന്ദ്രൻ മഴ പെയ്യിക്കാതിരുന്നു അന്നത്തെ ഈ ഭാരത വർഷത്തില്. അങ്ങനെ വിഷമിച്ച് ദേവേന്ദ്രൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കൂടി പ്രതികാരം ചെയ്തു. എങ്കിലും
ഋഷഭദേവന് ഒട്ടും ബാധിച്ചില്ല. അദ്ദേഹം ഐശ്വര്യപൂർണമായിട്ട് രാജ്യത്തിൽ കൃത്രിമ മഴയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തപശക്തി കൊണ്ട് രാജ്യത്തെ പരിപൂർണമായി സമ്പൽ സമൃദ്ധമാക്കിയിട്ട് നിലനിർത്തി. അങ്ങനെ ഋഷഭദേവൻ രാജ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. ഈ ദേവേന്ദ്രന്റെ മഴയില്ലെങ്കിലും കാര്യം നടക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദേവേന്ദ്രൻ സൗഹൃദത്തിൽ വന്ന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഋഷഭദേവന്. അങ്ങനെ സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ള വിശേഷം പറഞ്ഞു. ഇനി ഋഷഭദേവന്റെ ചരിത്രത്തിലാണ് നമുക്ക് ഭരതന്റെ ചരിത്രം വരുന്നത്. ഋഷഭദേവന് 100 മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 100 മക്കള് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു ഋഷഭദേവൻ മക്കൾക്ക്. നല്ല ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നല്ലവരായിട്ട് വളരും. ചെറുപ്പത്തിലേ കിട്ടണം. ഈശ്വര ചിന്തയായാലും നന്മകളായാലും അത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സ്വായത്തമാക്കണം എന്നുള്ള പാഠമാണ് ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെ ഈ ഋഷഭദേവൻ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ഇപ്പോഴും കുട്ടികളാണ്, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുകയാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് മാത്രമല്ല, ഈ മനുഷ്യദേഹം നമുക്ക് കിട്ടിയിരിക്കുന്നത് ദുർലഭമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മനുഷ്യദേഹം, ജന്മം എന്നുള്ളത് മറ്റുള്ള ജന്തുക്കൾക്കൊന്നും കിട്ടാത്ത മഹാഭാഗ്യമാണ് മനുഷ്യ ജന്മം. ജഗദീശ്വരനെ അറിയാനുള്ള കഴിവ്, അറിയാനുള്ള സൗഭാഗ്യം, അത് ഈ മനുഷ്യ ജന്മത്തിലൂടെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭഗവാനെ ആശ്രയിക്കുക. നാമങ്ങൾ ജപിച്ചുകൊണ്ടും ഭഗവത് കഥകൾ കേട്ടുകൊണ്ടും ഈശ്വര ചിന്ത നമ്മൾ നിലനിർത്തുക. അത് മാത്രമാണ് ശാശ്വതമായിട്ടുണ്ടാവുക ഈ ലോകത്തിൽ. കുട്ടികളെ ചെറുപ്പത്തിൽ ഇതൊക്കെ ശീലിക്കണം എന്ന് കുട്ടികൾക്ക് അതിമനോഹരമായിട്ടുള്ള ഉപദേശമാണ് ഋഷഭദേവന്റെ ഉപദേശമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ ജീവിതം ക്ഷണികമാണ്. അങ്ങനെയുള്ള ഏത് സമയത്തും നഷ്ടപ്പെടുന്ന ഈ ജന്മത്തില് ഈശ്വര ആരാധന ചെയ്തുകൊണ്ട് നന്മയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത്. ഈശ്വരാഭിമുഖമായിട്ട് കുട്ടികളെ ചിന്തിപ്പിക്കാത്ത പിതാവ് പിതാവല്ല, മാതാവ് മാതാവല്ല, ബന്ധുക്കൾ ബന്ധുക്കളല്ല. ഈ ഗുരുക്കന്മാര് ലോകത്തിലുണ്ടെങ്കിൽ ഈശ്വരാഭിമുഖമാക്കി ചിന്തിപ്പിക്കാത്ത ഗുരുക്കന്മാര് ഗുരുക്കന്മാരല്ല. അതുകൊണ്ട് അതായത് ഭാര്യയെ ഈശ്വര ചിന്തയിലേക്ക് എത്തിക്കാത്ത ഭർത്താവ് ഭർത്താവല്ല, തിരിച്ചും ഭർത്താവിനെ ഈശ്വരപരമായിട്ട് ചിന്തിപ്പിക്കാത്ത പത്നി ഭാര്യ ഭാര്യയല്ല എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കുട്ടികൾക്ക് നൽകി സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യുക, സത്സംഗം ചെയ്യുക. അതാണ് മനുഷ്യനെ ഭക്തിയിലേക്ക് ഈശ്വരനിലേക്ക് നയിക്കാനുള്ള എളുപ്പമാർഗം എന്നിങ്ങനെ പലതും പലതും ഉപദേശിച്ചു പരമ ഭാഗവതോത്തമനായ ഋഷഭദേവൻ. അതുകൊണ്ടാണ് മക്കളൊക്കെ ഇത്തരത്തിൽ നല്ലവരായി മാറിയത്. ഇതിൽ 81 പേര് വേദങ്ങളൊക്കെ പഠിച്ചിട്ട് വേദജ്ഞന്മാരായി സഞ്ചരിച്ചു. 9 പേര് നവയോഗികളായിട്ട് അങ്ങനെ യോഗീശ്വരന്മാരായിട്ട് സഞ്ചരിച്ചു. പിന്നീട് ഒരു മഹാനുഭാവനാണ് ഭരതൻ. ഭരതനെ സഹായിച്ചുകൊണ്ട് മറ്റുള്ളവര് സഹോദരന്മാര് രാജ്യഭാരം ഏറ്റെടുത്തു. ഈ ഭരതൻ രാജ്യഭാരം ഏറ്റെടുക്കുകയാണ് പിന്നീട് ചെയ്തത്. ഋഷഭദേവൻ കാട്ടിലേക്ക് പോകുന്നതോടു കൂടിയിട്ട് ഭരതനാണ് ഭരണാധികാരി. നേരത്തെ പറഞ്ഞ ഈ ഭരതന്റെ ഭരണം കൊണ്ടാണ് ഭാരതത്തിന് അതിശ്രേഷ്ഠമായിട്ടുള്ള പേര് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഭരതന്റെ രാജ്യഭാരം, ആ ഭരതന്റെ രാജ്യഭാരം വളരെ കേമമായിരുന്നു. പക്ഷേ ജനങ്ങൾക്കൊക്കെ എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ ഭംഗിയായിട്ട് ഭരിച്ചു കൊണ്ടുപോയി ഭരതൻ. ഒരുപാട് കാലമൊന്നുമില്ല, വയസ്സായിട്ട് കണ്ണും കണ്ണ് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, നടക്കാനും പറ്റില്ല, ഒന്നും ഓർമ്മയില്ല, പറഞ്ഞാലൊന്നും ഓർമ്മയില്ല, ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ഒരു പ്രായത്തിൽ ഭരണത്തിൽ ഇരിക്കുന്ന സമ്പ്രദായം അന്ന് ഇല്ല എന്നാണ്, ഇന്നത്തെ പോലെ അന്ന് ഇല്ല എന്നാണ് കാണിച്ചു തന്നത്. ആരോഗ്യമുള്ളപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നു ഭരതൻ. സഹോദരന്മാർക്കൊക്കെ വിഷമുണ്ടായി. വിവാഹം കഴിച്ചിരുന്നു. ആ വിവാഹം കഴിച്ച പത്നിക്കും കുട്ടികൾക്കൊക്കെ വിഷമുണ്ടായി. പക്ഷേ അവരുടെ വിഷമൊന്നും നോക്കാതെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തരാവണമെന്ന് തോന്നിയിട്ട് ഭരതൻ കാട്ടിലേക്ക് പോവുകയാണ്.
ആദ്യം സന്യാസ ദീക്ഷ സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പായിട്ട് വാനപ്രസ്ഥം കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞുകൂടി പിന്നീട് ഭരതൻ യോഗീശ്വരനായി സന്യാസിയായി തീരുന്ന കഥ. ഈ ഭരത യോഗീശ്വരൻ നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ള ഗണ്ഡകി നദി എന്ന് പറയും. ഇന്നത്തെ പേരെങ്ങനെയാണ്? നേപ്പാളിനടുത്തുള്ള ഗണ്ഡകി നദി. സാലഗ്രാമ ശിലകൾ ധാരാളമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട നദിയാണ് ഗണ്ഡകി നദി. അങ്ങനെയുള്ള ഗണ്ഡകി നദിയുടെ തീരത്ത് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അവിടെയാണ് പുലഹൻ എന്ന പ്രജാപതിയുടെ ആശ്രമം, പുലഹാശ്രമത്തിലാണ് കഴിഞ്ഞുകൂടിയത്. അങ്ങനെ കുറെ കാലം അവിടെ അങ്ങനെ തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞുകൂടിയപ്പോൾ ഈ പ്രാരബ്ധം വിടില്ല ആളുകളെ. എങ്ങനെയാണ്? എന്തെങ്കിലും പ്രാരബ്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ അത് പിടിക്കും. ആ പ്രാരബ്ധം ഉള്ളിടത്തോളം നമുക്ക് ഈശ്വരിലേക്ക് എത്താൻ സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ലോകത്തില് നമുക്ക് പ്രാരബ്ധമുണ്ടെങ്കിൽ ഈശ്വരിലേക്ക് എത്താനൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. ആ പ്രാരബ്ധം തീരണം. അത് പലതരത്തിലുമാണ് നമ്മുടെ പ്രാരബ്ധങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ഇദ്ദേഹത്തിനൊരു പ്രാരബ്ധം ഉണ്ടായിരുന്നു, അതുകൂടി തീർത്തു കൊടുത്തു ഭഗവാൻ, ശ്രീ വിഷ്ണു ഭഗവാൻ. എങ്ങനെയാണത്? ഇദ്ദേഹം ഈ ഗണ്ഡകി നദിയുടെ തീരത്ത് തപസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് തപസ്സിൽ നിന്ന് ഉണരും. സന്ധ്യയോട് കൂടിയിട്ട് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വന്ദനം ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. സന്ധ്യയെ വന്ദിക്കുക. നമ്മളെല്ലാവരും സന്ധ്യയെ വന്ദിക്കണം കേട്ടോ. സന്ധ്യയെ മാനിക്കണം എന്നർത്ഥം. വന്ദിക്കുക എന്ന് പറഞ്ഞാൽ സന്ധ്യയെ മാനിക്കണം. അങ്ങനെ സന്ധ്യക്ക് ഒരുപാട് ദോഷങ്ങളുള്ള സന്ധ്യാസമയത്ത് നമ്മൾ ഈശ്വരനെ ആരാധിക്കണം. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് നാട്ടുകാർക്കൊക്കെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ പറഞ്ഞു തന്നത്, രാമ 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 എന്ന് ജപിച്ചാൽ മതി സന്ധ്യക്ക് എന്നാണ്. വേറെ ഒന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കാലും മുഖവും ഒക്കെ കഴുകി ഇത്തിരി ഭസ്മം തൊട്ടിട്ട് രാമനാമം ജപിക്കുക. മഹാദേവൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം നമശിവായ മന്ത്രത്തിന്റെയും നാരായണ മന്ത്രത്തിന്റെയും ശക്തി ഏതിലുണ്ട്? ഈ രാമനാമത്തിലുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യക്ക് പണ്ടുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ? സന്ധ്യക്ക് നാമം ജപിക്കുകയാണ്. ഇപ്പോഴൊക്കെ ഇതൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? സന്ധ്യക്ക് രാമനാമം ജപിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാക്കാൻ സന്ധ്യക്ക് നാമം ജപിക്കും. ഇന്നല്ലാതെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കുടുംബശ്രീ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഐശ്വര്യം ഇങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. അന്ന് നാമം ജപിക്കുമായിരുന്നു, സന്ധ്യാനാമം ജപിക്കും. രാമ 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 രാമ. ഇത് ജപിക്കാൻ ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല. പ്രത്യേകിച്ചുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ട, പ്രത്യേകിച്ച് എക്സസൈസ് വേണ്ട, പ്രത്യേകിച്ച് ഹോമം വേണ്ട. തല തിരിച്ചിട്ട് ചൊല്ലിയവർക്ക് പോലും നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. പണ്ട് രത്നാകരൻ എന്ന കാട്ടാളൻ രാമാന്ന് ജപിക്കാൻ അറിയാതെ രാമ 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 ബാഹിമം രാമ തുടങ്ങിയത്. എന്നിട്ടാണ് വാൽമീകിയായി തീർന്നതെങ്കിൽ അത്രയും യോഗ്യതയുള്ള മഹാമന്ത്രം തന്നെയാണ്. താരക ബ്രഹ്മ മന്ത്രമാണ് കേട്ടോ. മോക്ഷത്തിന് ഏറ്റവും വിശേഷപ്പെട്ടതാണ് രാമനാമം. അങ്ങനെയുള്ള ഈ രാമനാമം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദത്തെ ആശ്രയിക്കേണ്ടുന്ന സമയമാണ് സന്ധ്യാസമയം. വേറൊന്നും വേണ്ട ആ സമയത്ത്. സന്ധ്യക്ക് വേറെ സ്തോത്രങ്ങൾ ജപിക്കേണ്ട, പുസ്തകങ്ങൾ പഠിക്കേണ്ട, വേറൊന്നും വേണ്ട എന്നാണ്. ഈശ്വര ചിന്തയില് മനസ്സിനെ കൊണ്ടുവന്നിട്ട് രാമനാമം ജപിക്കുക. അതാണ് സാധാരണക്കാർക്ക് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. ഇവിടെ മഹാദേവൻ 3 കണ്ണുകളിലൂടെ നോക്കുന്ന സമയമാണ് സന്ധ്യാസമയം. ഈ സമയം വൈകുന്നേരത്തെ സന്ധ്യ. ഒന്ന് സൂര്യനാണ്, മറ്റൊന്ന് ചന്ദ്രനാണ്, മറ്റൊന്ന് അഗ്നിയാണ്. 2 കണ്ണുകൾ ഭഗവാന്റെ മഹാദേവന്റെ കണ്ണുകൾ ഏതൊക്കെയാണ്? സൂര്യനും ചന്ദ്രനുമാണ്. മറ്റൊന്ന്
മൂന്നാമത്തെ കണ്ണ് ഏതാണ്? അഗ്നിയാണ്. ഈ 3 കണ്ണുകളിലൂടെയും നോക്കുകയും ഭൂതപ്രേത പിശാചുക്കള്, അപസ്മാരം, വസൂരി, കണ്ഠമാല തുടങ്ങിയിട്ടുള്ള മാറാരോഗങ്ങളുടെ കണുക്കളുടെ ഉടമസ്ഥനാണ് ഭഗവാൻ. ഭൂതഗണങ്ങളായിട്ട് ഇവരൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ് സന്ധ്യാസമയം. അതുകൊണ്ട് സന്ധ്യാസമയം സർവ്വ കാര്യങ്ങൾക്കും വർജ്യമാണ്. ഈശ്വരനാമം ജപിക്കുകയും ഈശ്വര ചിന്തയിൽ കഴിഞ്ഞു കൂടുകയും ചെയ്യേണ്ടുന്ന സമയം മാത്രമാണ് സന്ധ്യാസമയം. ആ സമയത്ത് രാമനാമം വളരെ ശ്രേഷ്ഠമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, സന്ധ്യാസമയത്ത് തപസ്സിൽ നിന്ന് ഉണരുന്ന സന്യാസിമാര് ചെയ്യുന്ന ചടങ്ങാണ് സന്ധ്യയെ വന്ദിക്കുക എന്നുള്ളത്. വെള്ളമൊക്കെ കയ്യിലെടുത്ത് പിതൃക്കളെയും ദേവന്മാരെയും ഋഷികളെയൊക്കെ വന്ദിച്ചുകൊണ്ടുള്ള വിശേഷപ്പെട്ട ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരത യോഗീശ്വരൻ എന്ന് പറയും ഇപ്പൊ അദ്ദേഹത്തെ, ഭരതനാകുന്ന സന്യാസി എന്തു ചെയ്തു? മെല്ലെ നദിയിലേക്ക് ഇറങ്ങി. ആ നദിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു പ്രസവിക്കാറായ പേടമാൻ, പെൺമാൻ ഓടി വന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. സിംഹത്തെ കണ്ട് പേടിച്ചിട്ടാണ്. സിംഹം പിന്നാലെ വരുന്നുണ്ട്. ഈ മഹർഷി, ഈ യോഗീശ്വരൻ ഒന്ന് നോക്കിയപ്പോഴും സിംഹം പേടിച്ചു പോയി. അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ടാണ് കേട്ടോ, അത്ര യോഗിയന്മാരാണ് യോഗീശ്വരന്മാർ. പക്ഷേ മാനെന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് എടുത്തു ചാടി. നീന്തിയിട്ട് മറുകരയിലേക്ക് പോകാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ഗർഭിണിയായ മാനാണ്, പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ വെള്ളത്തിൽ തന്നെ പ്രസവിച്ചു പോയി. മാൻ മറുകരയിലെത്തിയിട്ട് വീണു, ചത്തുപോയി. പക്ഷെ ഈ മാൻകുട്ടി ചോരക്കുഞ്ഞ് വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിയിട്ട് അങ്ങനെ വരികയാണ് ഇദ്ദേഹത്തിന്റെ സമീപത്തേക്ക്. വല്ലാത്തൊരു കാഴ്ച കണ്ടു. ഇദ്ദേഹം വളരെയധികം വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചു എന്ന് മാത്രമല്ല, എന്താ വിഷമം അറിയോ? ഈ പാവപ്പെട്ട ഒരു മാൻകുട്ടി ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ ആകെ വിഷമം വന്നു. ഈ മാൻകുട്ടിയെ എടുത്ത് കരയിൽ കയറ്റി അവിടെ കിടത്തി. എന്നിട്ട് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് പോകുന്ന സമയത്ത് ഈ മാൻകുട്ടിയെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആശ്രമത്തിൽ പഴച്ചാറുകളും കറുകപ്പുല്ലുകളൊക്കെ കൊടുത്ത് വളർത്തുകയാണ് ചെയ്തത്. അതായത് വീടുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച ഭരതയോഗീശ്വരൻ കാട്ടിൽ ചെന്നിട്ട് എന്തായി? ഒരു മാൻകുട്ടിയെ എടുത്തു വളർത്തുന്ന അവസ്ഥയിലെത്തി. അപ്പോഴെന്താ സംഭവിക്കാന്നറിയോ? അദ്ദേഹത്തിനുള്ള പ്രാർത്ഥിക്കേണ്ടുന്ന സമയം, സഹസ്രനാമത്തിനുള്ള സമയം, പൂജക്കുള്ള സമയത്തായി ഏതിൽ കുറഞ്ഞു കിട്ടും? ഈ മാനിനെ ചിന്തിച്ചുകൊണ്ടും മാനിനെ ശുശ്രൂഷിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുക. മാനിന് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന് സഹസ്രനാമം ചൊല്ലാൻ തോന്നുമോ? ഇല്ല, അപ്പോഴേ തോന്നും അത് പട്ടിണി കിടക്കല്ലേ, അതിനെന്തെങ്കിലും കൊടുത്തിട്ട് വരാൻ തോന്നും. ഇങ്ങനെ കുറച്ചു കഴിഞ്ഞ് മാൻ എന്തെങ്കിലും കഴിച്ച് ഉഷാറായിട്ട് ഇദ്ദേഹം വന്നിട്ട് പൂജക്കൊക്കെ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ ആ മാൻകുട്ടി വന്നിട്ട് അടുത്തിങ്ങനെ മുറ്റി ഒരുമി നിൽക്കും. അപ്പോഴും ശ്രദ്ധ പോകും. അങ്ങനെ മാനിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് മാനിനെ പോറ്റി വളർത്തി വലുതാക്കി അന്ത്യനിമിഷത്തിൽ ഇദ്ദേഹം വയ്യാതെ കിടക്കുന്ന ഒരു സമയം വന്നു. സന്യാസി ആയാലും എല്ലാവർക്കും വരും കേട്ടോ. പ്രാരബ്ധത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കിടപ്പിലായി. അന്ത്യനിമിഷമാണ്. വയ്യാത്ത കാലം വന്നങ്ങനെ കിടക്കുന്ന സമയത്ത് എന്താണ് വേണ്ടതെന്നറിയോ? ഈശ്വര ചിന്തയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്നവർക്ക് നാരായണ നാമം ജപിച്ചു കൊടുക്കണം, കേൾപ്പിക്കണം. പറ്റുകയാണെങ്കിൽ സഹസ്രനാമം, ഈ ഭീഷ്മ പിതാമഹനൊക്കെ അന്ത്യനിമിഷത്തിൽ ജപിച്ച സഹസ്രനാമൊക്കെ ജപിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. ഈ ഇദ്ദേഹത്തിന് അന്ത്യനിമിഷത്തില് മരണകാലത്ത് ഭവൽ സ്വരൂപത്തെ മരതകവർണ്ണ തെളിഞ്ഞു കാണണം, മുരളിനാദമാം അമൃതു കൊണ്ടെന്റെ മരണസങ്കടം അകറ്റിടേണമേ ഹരേ നാരായണ. അന്ത്യനിമിഷത്തില് മരണസങ്കടത്തിൽ നിന്ന് മോചിതരാകാൻ നമുക്ക് വേണ്ടത് നാരായണ സ്മൃതിയാണ്. നാരായണ സ്മൃതി എന്ന് പറഞ്ഞാൽ ഈശ്വര സ്മൃതി.